ഇനി എനിക്ക് കുറച്ച് ഫ്രഷ് ട്യൂണ കിട്ടി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നമുക്ക് വറുക്കുകയും ചെയ്യാം, കുറച്ച് വെക്കുകയും ചെയ്യാം നേരത്തെ. അപ്പം ഞാൻ ഭയങ്കര ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കേട്ടോ മുറിച്ചിരിക്കുന്നത് ട്യൂണേനെ. കണ്ടോ, നമ്മൾ ഭയങ്കര തിൻ പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി ഇടാറുണ്ട്, നോക്കട്ടെ നല്ലതാണോ എന്ന്. നല്ല സോഫ്റ്റിയാണ്. നല്ല സോഫ്റ്റ് സ്മോൾ പീസസ് ആണ്. തിന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയ ട്യൂണേനെ ഫ്രഷാണ്. ഇത് ഭയങ്കര സൂപ്പറാണ്. ഇതിവിടെ നമുക്ക് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് അരച്ച് മാത്രമായിട്ട് എനിക്ക് തന്നതാണ് കേട്ടോ. ഇതൊക്കെ ഫ്രഷോടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു കറുപ്പ് കളറൊരു ഫ്ലഷ് ഉണ്ടല്ലോ, അതങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി ഒരു ചീത്ത മണം വെക്കും. പിന്നെ അത് കൂട്ടാൻ കൊള്ളുകയല്ല കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയായതുകൊണ്ട് ബോട്ട് വരും. പണ്ട് ഇവിടെയുള്ളവർക്ക് മീൻ പിടിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ ചൂണ പിടിച്ച് കാണുന്നില്ല. അങ്ങനെ പുറത്തുനിന്ന് വലിയ ഫിഷിങ് ബോട്ടിൽ വന്നിട്ട് ഇത് മേടിച്ചിട്ട് ആൾക്കാർ പുഴുങ്ങുകയും ഉണക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഒക്കെ ഈ മീനില്ലാതെ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഗിഫ്റ്റാണ് ഇവർക്ക് വേണ്ടി ചൂണ. ഈ എണ്ണയിലൊക്കെ കൈതൊട്ട് ശീലമായതുകൊണ്ട് ഇതൊന്നും പൊള്ളുകയില്ല കേട്ടോ. പൊള്ളില്ല എന്നല്ല, ചീനിറച്ച വെക്കും ചിലപ്പം. ഇല്ലാത്തടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല മുളക് പൊടിയും ഞാൻ കാശ്മീരി പൊടിയും ചില്ലിപ്പൊടിയും കൂടി സാധാ മുളകിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതുകൊണ്ട് നല്ല അടിപൊളി. നമുക്ക് ഇതിൽ ഫ്രഷ് കരിവേപ്പില ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കരിവേപ്പിലയും നോക്കുന്നത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചത്. ഒരു വീട്ടിൽ നിന്ന് ചോദിച്ചപ്പോൾ അത് തന്നതാണ്. അവിടെ നിന്ന് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള ട്യൂണേനെ കറി വയ്ക്കാനുള്ളത് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ട്യൂണ